അതായത് 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും നമ്മുടെ കമ്പനിയിൽ. എവിടെ പോവാണെങ്കിലും ദർ വിൽ ബി 2 ടൈപ്സ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. വിൽ പുട്ട് ഇറ്റ് ദാറ്റ് വേ. ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് വെരി കമ്മിറ്റഡ്, വെരി സ്കിൽഡ്. ഓക്കെ, ഇങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ ക്വാഡ്രന്റ്. ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെ എ പ്ലേയേഴ്സ് എന്ന് പറയാം. എ പ്ലേയേഴ്സ് ആണ് ലീഡേഴ്സ് ആയിട്ട് മാറാം. ലീഡേഴ്സ് ആണ് നിങ്ങൾ ആ പൊസിഷന്. ഇപ്പം ഞാൻ ഇന്ന് ഏജൻസിയിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരുപാട് ലീഡേഴ്സും എ പ്ലേയേഴ്സും ഉള്ളതുകൊണ്ടാണ്. ഇവർ ഒരിക്കലും വിടാൻ പാടില്ല. യു ഷുഡ് ഹഗ് ദം, യു ഷുഡ് കീപ് ദം വിത്ത് യു. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ടാവും വെരി കമ്മിറ്റഡ് ആണ്, പക്ഷെ സ്കില്ല് കുറച്ച് കുറവായിരിക്കും. അവരെ ലേണർ എന്ന് വിളിക്കാം. ഓക്കെ, ഇവർ അടിപൊളിയാണ്. ഇവർക്ക് ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പ്ലെയർ ആയിട്ട് മാറും. അപ്പോൾ ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇവരെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പാടില്ല, ബിക്കോസ് ദേ ആർ ഷോയിങ് ദ കമ്മിറ്റ്മെൻറ്റ്. മൂന്നാമത് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും കമ്മിറ്റ്മെൻറ്റ് തീരെയില്ല, ഭയങ്കര സ്കിൽഡ് ആയിരിക്കും. റൈറ്റ്, ഇങ്ങനെയുള്ളവരെ ഒരിക്കലും നിങ്ങളെ ഇനീഷ്യലി നിങ്ങൾ കമ്പനി തുടങ്ങുമ്പോൾ ബോട്ടം ലൈനിൽ ഉണ്ടാവാൻ പാടില്ല. ബോട്ടം ലൈനിൽ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ആറ്റിറ്റ്യൂഡ് കൂടുതലും സ്കില്ല് കുറച്ച് കുറഞ്ഞാലും സാരമില്ല ഉള്ളവർക്കാണ്. പക്ഷെ നിങ്ങൾ ടോപ്പ് ലൈനിൽ, അതായത് നിങ്ങൾ ടോപ്പ് ലൈനിൽ ഒരാളെ ഹയർ ചെയ്യുന്നത് എന്തിനാ? ഒരു സംഭവം ഇന്ന കാര്യങ്ങൾ നിന്റെ ഗോൾ എന്ന് വെച്ചാൽ റവന്യൂ എടുത്തേക്ക് എത്തിക്കാനാണ്. അപ്പം അവൻ്റെ മെയിൻ അജണ്ട ഈസ് ഈ ഒരു പർപ്പസാണ്. അപ്പോൾ ടോപ്പ് ലൈനിൽ നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ സ്കില്ല് കുറച്ച് കൂടുതലും കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കുറഞ്ഞാലും സാരമില്ല. സ്കില്ല് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ആണ് ടോപ്പ് ലൈനിൽ. നാലാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ടാവും സ്കില്ലും ഇല്ല, കമ്മിറ്റഡും ഇല്ല, കുപ്പത്തൊട്ടി ഇവരെ പുറത്തേക്കാം. കാരണം ദീസ് പീപ്പിൾ വിൽ സ്പ്രെഡ് എ ലോട്ട് ഓഫ് തിങ്സ് വിത്തിൻ ദ കമ്പനി. ദീസ് പീപ്പിൾ വിൽ നോട്ട് ഡു എനിത്തിങ്. അങ്ങനെയുള്ള ഒരാളുടെ ടീം മെമ്പേഴ്സിൽ ഉണ്ടെങ്കിലും അത് പ്രശ്നമാണ്. അപ്പം ഇത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു വാക്ക് ഇൻ ടു ദ കമ്പനി യു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഹു ആർ എ പ്ലേയേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ യു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ദീസ് എ പ്ലേയേഴ്സ്. റൈറ്റ്, ആ രീതിയിലാണ് ഹൗ ഐ ഓപ്പറേറ്റ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ മെറ്റ റേബാൻ വാങ്ങിച്ചിട്ട് റേബാൻ ഗൈസ് ഷോ മീ ദ പ്ലേയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും മതിയില്ല കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മളൊരു ഗ്ലാസ് ഇടുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ A B C D, D ഉണ്ടല്ലോ തട്ടിക്കോ, C ഉണ്ടല്ലോ ട്രെയിൻ ചെയ്യണം, B ഉണ്ടല്ലോ ഓക്കെ ഹീസ് ഓക്കെ, എ പ്ലെയർ. പ്രോബബ്ലി നമ്മളത് GPT അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു AI എഞ്ചിൻ ഉണ്ടാവില്ല, അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഗെറ്റ് ഈസിയർ ഐ ഗസ്.